ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു വിദ്യാലയത്തിൽ അപ്പു എന്നു പേരുള്ള ഒരു മിടുക്കനുണ്ടായിരുന്നു. അവന് പഠിക്കാൻ വളരെ താല്പര്യമായിരുന്നു. എങ്കിലും അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമായിരുന്നു. തനിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോകുമോ, അച്ഛൻ വാങ്ങിത്തന്ന പേന തീർന്നു പോകുമോ, കൂട്ടുകാർ തന്നെക്കാൾ മുന്നിലെത്തുമോ എന്നെല്ലാം. ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം അവന് ശരിയായി പഠിക്കാൻ കൂടി സാധിച്ചിരുന്നില്ല. ഇത് കണ്ട അധ്യാപകൻ അവനെ അടുത്ത് വിളിച്ച് ഒരു പരീക്ഷണം കാണിച്ചു കൊടുത്തു. അധ്യാപകൻ ഒരു ഗ്ലാസ് നിറയെ വെള്ളമെടുത്തു. അതിൽ കുറച്ച് മണൽ വാരിയിട്ടു. വെള്ളം കലങ്ങി. അദ്ദേഹം പറഞ്ഞു, ഈ കലങ്ങിയ വെള്ളം പോലെയാണ് നിന്റെ ഹൃദയം. അതിലൂടെ നിനക്ക് വ്യക്തമായി ഒന്നും കാണാൻ കൂടി സാധിക്കില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ മണൽ താഴെ അടിഞ്ഞു. വെള്ളം തെളിഞ്ഞു. നിന്റെ ജോലികൾ, പഠനം എല്ലാം ദൈവത്തിന് അർപ്പിക്കുക. ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ ഭൂമിയിൽ ഒരു പക്ഷിക്കുഞ്ഞു പോലും പട്ടിണി കിടക്കാതെ ദൈവം നോക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പുത്രനായ നിന്നെ അവൻ കരുതില്ലേ? നീ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം നിറച്ചാൽ നിന്റെ പേടി അപ്രത്യക്ഷമാകും. നിന്റെ ലക്ഷ്യം വെറും മാർക്ക് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാകുക എന്നതുകൂടിയാണ്. അന്നു മുതൽ അപ്പുവിന് അനാവശ്യമായ പേടികളൊന്നുമില്ല. പരീക്ഷയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഓർത്ത് ദുഃഖിക്കാതെ എല്ലാ ദിവസവും നന്നായി പഠിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും അവൻ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടിയായി. ഇതിൽ നിന്നും നമുക്കെന്ത് മനസ്സിലാക്കാം? നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്യുക, ഫലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങളുടെ ചില ചിന്തകളാണ്. ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം വലിയൊരു ചോദ്യചിഹ്നമാണ്. അടുത്തതെന്ത്, കരിയർ എന്ത്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോകുമോ എന്നിങ്ങനെയുള്ള 100 കൂട്ടം ആകുലതകൾ, ആങ്സൈറ്റി നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ഈ വചനങ്ങളിലൂടെ നൽകുന്നത് വലിയൊരു ഉറപ്പാണ്. ഈ വചനങ്ങളിലൂടെ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. അനാവശ്യമായ ആകുലതകൾ വേണ്ട. ആകാശത്തിലെ പറവകളെയും വയലിലെ താമരകളെയും ദൈവം നോക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മക്കളായ നമ്മെ അവൻ കരുതില്ലേ? മുൻഗണനകൾ മാറ്റുക. അവൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ. അതോടുകൂടി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകും. പരീക്ഷാകാലത്ത് ദൈവത്തെയും പ്രാർത്ഥനയെയും മാറ്റിവെച്ച് പുസ്തകത്തിന് പിന്നാലെ ഓടുകയല്ല വേണ്ടത്. മറിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് ആത്മവിശ്വാസത്തോടെ പഠിക്കുകയാണ് വേണ്ടത്. സമാധാനമുള്ള ഹൃദയത്തിലെ അറിവ് വേഗത്തിൽ പതിയുകയുള്ളൂ. നശിക്കാത്ത നിക്ഷേപം കരുതുക. നമ്മുടെ ഹൃദയം എവിടെയാണ്, അവിടെയായിരിക്കും നമ്മുടെ നിക്ഷേപവും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലുമാണ് നമ്മുടെ യഥാർത്ഥമായ നിക്ഷേപം ഇരിക്കുന്നത്. നന്ദി.